അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞങ്ങളുള്ളത് കീഴക്കര നെത്തം ശുഹദാക്കളുടെ ഹദ്റത്തിലാണ്. കീഴക്കരയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലായാണ് നെത്തം എന്ന ഗ്രാമം. ഞങ്ങൾ ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു സിയാറത്തും കൂടിയാണ്. കാടിനുള്ളിലും ഗ്രാമപ്രദേശത്തിൽ നിന്നും കുറച്ച് ഉള്ളിലായിട്ടാണ്, 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് ചെറിയ കാടിൻ്റെ സൈഡിൽ കൂടി നടന്നാണ് സിയാറത്തിന് പോകേണ്ടത്. അതും അമ്പലങ്ങളുടെയും ഒക്കെ പിറകിലായിട്ടാണ് ഈ നെത്തം ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രധാനമായി ജാഫർ ഷഹീദ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന മഹാനും മറ്റു ശുഹദാക്കളുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ കൂടെ ദീനീ പ്രബോധത്തിന് വന്നവർ ആണ് എന്നാണ് ഈ നാട്ടിലുള്ളവർ പറയുന്നത്. ഒരുപക്ഷെ ഇസ്ലാമിന് വേണ്ടി ദീനീ പ്രബോധത്തിന് വന്ന സമയത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അതിനുശേഷം ഷഹീദായ ശുഹദാക്കൾ അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടതായിരിക്കാം. അതിനാലാണ് ഇത്രയും ഗ്രാമത്തിനകത്തും ഈ കാട്ടിനുള്ളിലുമായി ഇങ്ങനെ ഒരു മക്കാമ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് വർഷം പഴക്കമുള്ള മക്കാമും കൂടിയാണിത്. ഈ അടുത്തായിട്ടാണ് ചെറിയ രീതിയിൽ മക്കാം കെട്ടിയിരിക്കുന്നത്. കാട്ടിനകത്തും വനത്തിൻ്റെ ഉള്ളിലുമായ ഈ മക്കാമിൽ അപൂർവം ആൾക്കാർ മാത്രമേ സിയാറത്തിന് വന്നു പോകാറുള്ളൂ. നിങ്ങളും സിയാറത്തിന് വരുമ്പോൾ പകൽ സമയത്ത് മാത്രം വരാൻ ശ്രമിക്കുക. മക്കാമിനെ കുറിച്ച് അറിയപ്പെടുന്നത് നെത്തം ശുഹദാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. കീഴക്കര വന്നതിന് ശേഷം നെത്തം ശുഹദാക്കളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്ഷയിലോ ബസ്സിലോ പോകാവുന്നതാണ്. ബസ്സിൽ പോവുകയാണെങ്കിൽ 10 രൂപയും ഓട്ടോറിക്ഷയിൽ പോവുകയാണെങ്കിൽ 150 രൂപയും ആണ് മക്കാമിൻ്റെ ഉള്ളിലായി കാണാം നിങ്ങൾക്ക് ജാഫർ ഷഹീദ് മുഹമ്മദ് ഷഹീദ് ശുഹദയുടെ അടുത്തായി ഒരു ചെറിയ കുഞ്ഞു ഖബറും കാണാം. പുറത്തായി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മറ്റ് ശുഹദാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഞങ്ങൾ കുറേ സിയാറത്ത് ചെയ്തെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ടും ത്യാഗവും സഹിച്ച ഒരു സിയാറത്തും കൂടിയായിരുന്നു. അൽഹംദുലില്ലാഹ് അതിൻ്റെ അതിയായ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സിയാറത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമാറാകട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. പരീക്ഷണങ്ങളും എല്ലാം മുത്തുനബി ത്വാഹ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ശുഹദാക്കളുടെ ഹദ്റത്ത് സിയാറത്ത് ചെയ്യുവാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കുമാറാകട്ടെ. ഇസ്ലാമിക ദീനീ പ്രബോധത്തിനായി മദീനയിൽ നിന്ന് വന്ന ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ കൂടെ വന്നവർ ആണ് എന്നാണ് ഇവിടുത്തെ നാട്ടിലുള്ള ആലിമീങ്ങളോട് ഞങ്ങൾ തിരക്കിയപ്പോൾ അവർ പറയുന്നത്. പഴയ തലമുറക്കാരവിടെ പോയിരുന്നു എന്നും സിയാറത്തിനും ഇപ്പോഴുള്ള തലമുറയിൽ കുറച്ച് മാത്രം ആൾക്കാർ മാത്രമേ സിയാറത്തിന് പോവുകയുള്ളൂ എന്നും അവിടെയുള്ള ആലിമീങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും സിയാറത്ത് ചെയ്യുവാനും ഭാഗ്യം തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.